അപർണ കൂട്ടുകാരിയായ ഡോക്ടറോട് അച്ഛൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ പറയാണ്. കേസ് തള്ളിപ്പോയാൽ നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത വാർത്ത അയക്കും നീ കേൾക്കാമെന്ന് അപർണ പറയും. അജയ് തമ്പിയോട് വയ്ക്കും, രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ അറിയാൻ നോക്കും. തമ്പി വയ്ക്കും, അതേ തടവ് പുതിയൊരു അവതാരം നോക്കും. അജയ് പറയും, പുതിയതല്ല പഴയ ആൾ തന്നെയാണെന്ന് പറയും. ഒന്ന് ഓർത്ത് നോക്കുമെന്ന് പറയുമ്പോൾ തമ്പി ഓർത്തിട്ട് പറയാം, എനിക്കറിയാം, അവൻ സേനൻ്റെ ആളാ, പണ്ട് അവന് കുറേ കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും. അജയ് പറയും, രവീന്ദ്രനാഥ് ഇപ്പോൾ CI നടരാജൻ്റെ കയ്യിലാണ്, അയാൾ പറയുന്നതേ ഇപ്പോൾ രവീന്ദ്രൻ അനുസരിക്കും. കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ അജയ് പറയുമ്പോൾ തമ്പിക്ക് പേടിയാവും. അജയ് പറയും, അയാളെ തടയണം, അയാൾ നാളെ കോർട്ടിൽ വരരുത്, വന്ന അങ്കിളി കേസിൽ കുടുങ്ങും. അപർണയുടെ അമ്മ ചോദിക്കും, നീ വീട്ടിലേക്ക് പോകണില്ല ചോദിക്കും. അപർണ പറയും, ഇനി മുതലേ എൻ്റെ ജീവിതം ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറയും. നാളത്തെ കേസിൻ്റെ കാര്യം അപർണ പറയുമ്പോൾ അമ്മ പറയും, കരഞ്ഞിട്ടും മറ്റുള്ളവരെ ശപിച്ചിട്ട് എന്ത് കാര്യമുള്ളത്, അനുഭവിക്കാനുള്ളത് അനുഭവിക്കാതെ ആർക്കും ഈ മണ്ണിൽ നിന്ന് പോകാൻ പറ്റില്ല. അവിടേക്ക് തമ്പി വന്നിട്ട് അപർണയോട് പറയും, എന്ത് വന്നാലും എന്നെ ജയിലിലേക്ക് അയക്കില്ലെന്നല്ലേ നീ പറഞ്ഞ്, നാളെ മുതൽ പഠനത്തിലെത്ത് തമ്പി ജയിലിലായിരിക്കുന്നു പറയും. അപർണ പറയും, നാളെ ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ലല്ലോ, കേസ് റീഓപ്പൺ ചെയ്യാനുള്ള വിധി മാത്രമല്ല അവർക്ക് കിട്ടൂ. തമ്പി പുതിയ സാക്ഷിയെ പറ്റി പറയും, ഇനി എനിക്കൊരു രക്ഷയില്ല, നമ്മുടെ വക്കീൽ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, പുതിയ സാക്ഷിയെ തേടി നിരഞ്ജന പോയപ്പോൾ അജയ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അജയ് നമ്മളെ ചതിക്കുകയാണോ എന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു തവണ അവൻ നമ്മളെ ചതിച്ചതാ, വീണ്ടും നമുക്ക് ചതി പറ്റിയതാണോ. അപർണ പറയും, എൻ്റെ കഴുത്ത് താലി കെട്ടാൻ വന്ന അജയ് നിരഞ്ജനെ കൊണ്ട് കടന്നു കളഞ്ഞു, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതാ, നിരഞ്ജനെ തോൽപ്പിക്കാൻ അവന് ഇഷ്ടമില്ല, അജയെ വിശ്വസിച്ച ഞാൻ വിഡ്ഢിയായി, എന്നോട് ക്ഷമിക്കച്ചാ, എൻ്റെ തീരുമാനം എൻ്റെ അച്ഛൻ്റെ ജീവിതം തകർത്തു. അപർണ കരഞ്ഞുകൊണ്ട് പോയി കഴിയുമ്പോൾ അമ്മ പറയും, വിവാഹം മുടങ്ങിയിട്ട് പോലും അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വന്നത് ഞാൻ കണ്ടിട്ടില്ല. തമ്പി പറയും, എൻ്റെ മോള് കരയുന്നതുകൂടി എനിക്ക് കാണേണ്ടി വന്നു, സൂര്യനാരായണൻ്റെ മകൻ തമ്പിയുടെ നാശത്തിന് കാരണമായി. അഭിയും ജാനകിയോട് ഈ കാറിൽ വന്നിറങ്ങാണ്. ജാനകിയുടെ കെട്ടുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. അമ്മ പറയും, എൻ്റെ മോളെ ഞാൻ ശരിക്കും കണ്ടോട്ടെ എന്ന് പറയും. അഭി പറയും, കെട്ടൊക്കെ അയച്ചെന്നുള്ളൂ, ബെഡ് റെസ്റ്റ് ഇനിയും വേണമെന്ന് പറയും. ജാനകി പറയും, അഭിയേട്ടന് ടെൻഷനാമ്മേ, യാത്ര ഒഴിവാക്കാൻ മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അമ്മ അപർണ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി പറയും, അവളുടെ അഹങ്കാരത്തിന് നാളെ ഒരു അടി കിട്ടുമെന്ന് പറയും. അമ്മ പറയും, എത്ര രൂപയെ ജാനകി നിങ്ങൾക്ക് തരുന്നതെന്ന് അപർണ ചോദിച്ചു. അതിൻ്റെ 4 ഇരട്ടി തരാമെന്ന് പറഞ്ഞു എന്ന് പറയും. ഉണ്ണിത്താനെ കുറച്ച് കേസ് ഫയൽ എടുത്തിട്ട് നിരഞ്ജനയ്ക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ഇതൊക്കെ നിനക്ക് ഗുണം ചെയ്യും, സമാനമായിട്ടുള്ള കേസുകളാണെന്ന് പറയും. നിരഞ്ജന പറയും, ഇത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്താൻ പറയും, വേണം, അവനെ വിശ്വസിക്കരുത്, അവൻ തോൽക്കുന്നതെങ്കിൽ എന്നെ പൊരുതി തന്നെ ആയിരിക്കും, അവൻ്റെ നീക്കങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്ന് പറയും. കേസ് പരിഗണനയ്ക്ക് വന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഡിവോഴ്സ് കേസും ഫയൽ ചെയ്യണമെന്ന് ഉണ്ണിത്താൻ മകളോട് പറയും. നിരഞ്ജന അതിന് സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയും, ശരി അച്ഛാ, ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന് പറയും. നിരഞ്ജന പോയി കഴിയുമ്പോൾ ഉണ്ണിത്താൻ പറയും, എനിക്കിങ്ങനെ ഒരു അവസരം ദൈവം കൊണ്ടു തന്നതാ. അഭി ജാനകിയോട് ഹോസ്പിറ്റലിലെ മുത്തശ്ശിയുടെ കാര്യം പറയാം. അതിൻ്റെ ഇടയ്ക്ക് നിരഞ്ജനയുടെ കോള് വരും. ജാനകി ഒരു നാളത്തെ കാര്യം പറ, എല്ലാവരും നമ്മളെ കൂടെ ഇല്ലേന്ന് ചോദിക്കും. നിരഞ്ജന പറയും, അതിലെന്താ സംശയം, നടരാജൻ സാറ് രാവിലെ വിളിച്ചിരുന്നു, രവീന്ദ്രൻ സാറിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്ന് പറയും. നിരഞ്ജന പറയും, അഭിയേട്ടനൊന്ന് ഫോൺ കൊടുക്കുമെന്ന് വയ്ക്കും. എന്നിട്ട് അഭിയോട് പറയും, കേസൊക്കെ നമുക്ക് അനുകൂല, പക്ഷേ നമ്മളൊന്ന് കരുതിയിരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയും. അഭി പറയും, ഞാൻ രാവിലെ തന്നെ കോടതിയിലെത്താം, നിരഞ്ജനം സമാധാനമായിട്ടിരിക്കുമെന്ന് പറയും. നിരഞ്ജന പറയും, കോടതി വിധിയിൽ എനിക്ക് പേടിയൊന്നുമില്ല, തമ്പിയെ എനിക്ക് പേടി, ഞാൻ നടരാജൻ സാറിനെ ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് പറയും.